ഇപ്പോൾ പി ജെ കുര്യൻ ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംരക്ഷണം. അതാണ് ക്രൈറ്റീരിയൻ. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണോ? ആര്? ഞാൻ എൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. എൻ്റെ അത് പിക്ചറിലേ ഇല്ല ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി അത് ആവർത്തിക്കേണ്ട ഒരു കാര്യമില്ല. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ. മുതിർന്ന നേതാക്കൾ മത്സരരംഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനുള്ള സൂചനകൾ വന്നിട്ടുണ്ട്. ഒന്ന് കെ സി വേണുഗോപാൽ, മുല്ലപ്പള്ളി, VM സുധീരൻ തുടങ്ങിയ നേതാക്കൾ. അപ്പം ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ല. എന്താണ് അങ്ങയുടെ അഭിപ്രായം ഈ മുതിർന്ന നേതാക്കളുടെ? എൻ്റെ അതായത് മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ കഴിയുമെങ്കിൽ മത്സരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന് ഭാരിച്ച ചുമതലകളുള്ളത് കൊണ്ടാണ്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭാരിച്ച ചുമതലയുള്ളതുകൊണ്ടാണ് അദ്ദേഹം മാറുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പള്ളി മത്സരിക്കുന്നെങ്കിൽ നല്ലതാണ്, മത്സരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ഉമ്മൻചാണ്ടി മത്സരിക്കുന്നെങ്കിൽ നല്ലതാണ്, മത്സരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മുതിർന്ന നേതാക്കൾ മാറേണ്ട, മത്സരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ അഭിപ്രായം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിറ്റിംഗ് MLA മാരായത്? അതെ, സിറ്റിംഗ് MLA ആണേലും അല്ലെങ്കിലും വിജയസാധ്യത അതിനകത്തെ പ്രശ്നം. പ്രവർത്തനം അത്ര തൃപ്തികരമല്ല എന്ന് പ്രവർത്തകർ പറയുന്ന സിറ്റിംഗ് MPമാർ മാറണമെന്ന് അഭിപ്രായം. അല്ല, അത് 20 നിയോജക മണ്ഡലങ്ങളിലും അതിൽ കോൺഗ്രസ്സിന് ഉള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട സമീപനം വിജയസാധ്യതയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിറ്റിംഗ് MPമാരുള്ളിടത്തും അല്ലാത്ത മറ്റ് സ്ഥലങ്ങളിലും എല്ലായിടത്തും വിജയസാധ്യത അത് ആയിരിക്കണം ക്രൈറ്റീരിയൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് പത്തനംതിട്ട ഉൾപ്പെടെ എല്ലായിടത്തും വിജയസാധ്യതയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇനി ഒരാളെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഒരാളുടെ പേര് മാത്രമേ എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലായിടത്തും വിജയസാധ്യത നോക്കുക എന്നുള്ളതാണ്. സിറ്റിംഗ് സീറ്റുകളിൽ വിജയസാധ്യത ഇപ്പോൾ MLAമാർ മത്സരിച്ച വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളുണ്ടോ? എന്താ കേട്ടില്ല? സിറ്റിംഗ് MPമാരിൽ മത്സരിച്ചാൽ ജയസാധ്യത കുറവുള്ള MPമാർ ഇപ്പോൾ നിലവിലുണ്ടോ? അത് നല്ല ചോദ്യം, യുക്തിയുള്ള ചോദ്യം. പക്ഷേ അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയത്തില്ല. കാരണം അത് ഞാനല്ല തീരുമാനിക്കുന്നത്. അങ്ങനെ ആരുടെയും പേര് താങ്കൾ ഇല്ലില്ല. ഞാൻ അവിടെ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ നിങ്ങളോട് പറയത്തില്ല. അത് പറയാൻ പറ്റത്തില്ല. വടകരയിൽ KK രമ ഉള്ളവരെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പാർട്ടി തീരുമാനിക്കണം. അത് തീർച്ചയായും ശ്രീ മുല്ലപ്പള്ളിയാണ് വടകരയിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി. അദ്ദേഹം അതിന് KPC പ്രസിഡന്റ് നിലയിൽ 20 പേരെയും ജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഉള്ളതോടെ മനസ്സിലാക്കിയാണല്ലോ അദ്ദേഹം അതിലും മാറുന്നത്. മുല്ലപ്പള്ളി മാറിയാൽ തീർച്ചയായും പരിഗണിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. LDF സീറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് പിന്മാറുന്നത്. അതൊരു അല്ലല്ല, KC വേണുഗോപാൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ചുമതല കിട്ടിയതിന് ശേഷം ഇനി പാർലമെൻറ്റിൽ മത്സരിക്കുന്ന ബുദ്ധിമുട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാലിനോട് നിങ്ങൾ ചോദിച്ചപ്പോഴായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നേ ഉള്ളൂ. അത് അദ്ദേഹം നേരത്തെ എടുത്ത തീരുമാനം, എനിക്കറിയാം. അതിപ്പോൾ എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടിയും പ്രവർത്തകർക്ക് താല്പര്യം പ്രചരണം തുടങ്ങും. അങ്ങനെ പ്രചരണം തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് നേതാക്കന്മാർ സമ്മതിച്ചിട്ടാകണമെന്നില്ലല്ലോ. അത് ശരിയായിട്ടൊന്ന്. പി ജെ കുര്യൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുതിർന്ന നേതാക്കൾ മത്സരിക്കണം എന്ന ഒരു വികാരമാണ് പി ജെ കുര്യൻ പങ്കുവെക്കുന്നത്. ഉമ്മൻചാണ്ടി മത്സരിക്കുന്നത് നല്ലതാണ്, മുല്ലപ്പള്ളി മത്സരിക്കുന്നത് നല്ലത് തന്നെ എന്ന ഒരു കാര്യം പറയുന്നു. എന്നാൽ KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഭാരിച്ച ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുല്ലപ്പള്ളി പിൻവാങ്ങുകയാണെങ്കിൽ വടകരയെ KK രമയെ പരിഗണിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണ്. പക്ഷേ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും പി ജെ കുര്യൻ പറയുന്നു. എന്തായാലും വിജയ സാധ്യത തന്നെയാണ് മുഖ്യ പരിഗണന എന്ന നിലയിലാണ് അദ്ദേഹവും സംസാരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ മത്സരിക്കണം എന്ന ഒരു വികാരം തന്നെയാണ് അദ്ദേഹത്തിനും ഉള്ളത്. എന്നാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അക്കാര്യങ്ങൾ മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതെന്ന് ആണ് എന്നും പി ജെ കുര്യൻ പറയുന്നു. നേരത്തെ ഉമ്മൻചാണ്ടിയെ വിമർശിച്ച തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശം നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പരാമർശം നടത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയേക്കാൾ യോഗ്യർ പാർട്ടിയിലുണ്ട് മത്സരിക്കാൻ എന്നതായിരുന്നു പരിഹാസ ചുവയോടെ അദ്ദേഹം നേരത്തെ നൽകിയിരുന്ന പ്രതികരണം. എന്നാൽ അതിൽ നിന്ന് ഇപ്പോൾ മാറിയിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ മത്സരിക്കണം എന്നതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എന്തായാലും സ്ക്രീനിംഗ് കമ്മിറ്റി അവിടെ പുരോഗമിക്കുകയാണ്. ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു
അന്തിമ ധാരണ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.